friends, welcome to the coffee mug. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ രുചികരവുമായിട്ടുള്ള ഒരു ചമ്മന്തിയുടേതാണ്. ഇത് കുഴിമന്തിയുടെയും ബിരിയാണിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന എരിവും പുളിയുമുള്ള ഒരു മുളക് ചമ്മന്തിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മുളക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഞെടുപ്പൊക്കെ കളഞ്ഞ നാടൻ വറ്റൽമുളകാണ്. 1/4 കപ്പ് ചുവന്നുള്ളി, ചെറിയ സൈസ് ആണെങ്കിൽ ഏകദേശം 30 എണ്ണവും മീഡിയം സൈസ് ആണെങ്കിൽ 15 എണ്ണവും ഉണ്ടാകും. 3 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള വാളൻ പുളി, 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ വിനാഗിരി, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് മുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മുളക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് വാടി കളർ മാറി തുടങ്ങുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ടിവ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവയെല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മൂപ്പിച്ചെടുത്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുളിയും ശർക്കരയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ മുളകും ഉള്ളിയും വറുത്തെടുത്ത എണ്ണയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചമ്മന്തിക്ക് എരിവും പുളിയും മുന്നോട്ടാണ്. എരിവൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.